ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2382. ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 190-ാമത്തെ ദിവസത്തിലെത്തി. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. ക്രിസ്തുയേശു നേരിട്ട ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. യേശുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രലോഭകൻ യേശുവിനെ ശരിക്കും വെല്ലുവിളിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. ഈ ദൈവപുത്രൻ എന്നുള്ള ആ ഒരു ആശയം എവിടെ നിന്നാണ് പ്രലോഭകൻ കൊണ്ടുവരുന്നെന്നറിയാം. 40 ദിവസങ്ങൾക്ക് മുമ്പ് യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ മാബ്ദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച യേശുവിന് മുകളിൽ സ്വർഗം തുറന്നതായി വചനം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു അവന്റെ മേൽ ആവസിച്ചു. അതേസമയം സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി. എന്തായിരുന്നു? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ. അതാണ് ശരിക്കും ഇവിടെ പ്രലോഭകൻ യേശുവിനെ വെല്ലുവിളിക്കാനായിട്ട് കൂട്ടുപിടിക്കുന്നത്. നീ ദൈവപുത്രനാണെന്ന് നിന്റെ സ്നാന നേരത്ത് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയതാണ് ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ. നീ അത് തെളിയിക്കാനാണ് പറയുക. എങ്ങനെ തെളിയിക്കണം? ഈ കല്ലുകളെ അപ്പമാക്കി. യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ സാത്താനുമായിട്ട് പ്രലോഭനങ്ങളുമായി സന്ധിയില്ലാ സമരമായിരുന്നു. അനേകം തവണ യേശു പരീക്ഷിക്കപ്പെട്ടതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അടയാളം ചോദിച്ചു വന്ന യഹൂദ നേതാക്കളെക്കുറിച്ച്, അപ്പം അന്വേഷിച്ചു വന്ന ജനങ്ങളെക്കുറിച്ച്, കുരിശൊഴിവാക്കാനായിട്ട് കുറുക്കുവഴി നിർദ്ദേശിച്ച ശിഷ്യനെ കുറിച്ച്, അങ്ങനെ യേശുവിൻ്റെ ജീവിതം മുഴുവൻ തന്നെയും പ്രലോഭനം ആയിരുന്നു. അതിനെ എങ്ങനെയാണ് യേശു അതിജീവിച്ചതെന്നറിയാം. യേശു അതിജീവിച്ചത് വചനം കൊണ്ടായിരുന്നു. താൻ അപ്പനെന്ന് വിളിക്കുന്ന ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വാക്കുകൾ കൊണ്ട്, വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് യേശു മറുപടിയായി പറയുന്നു. കുറെ കൂടി വചനത്തോട് ചേർന്നായിരിക്കാനായിട്ട്, കുറച്ചുകൂടി യേശുവിനോട് ചേർന്നായിരിക്കാനായിട്ട് നമ്മളുടെ വളരെ നിസ്സാരമായ ഹ്രസ്വമായ ജീവിതം ഇനിയെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലോ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.